കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ അല്ലെ. ഇതിൽ മെയിൻ എക്സാമിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഈ ഒരു ചാപ്റ്ററിലെ ഭാഗമാണ് പൈതഗോറസ് തിയറം. അപ്പൊ പൈതഗോറസ് തിയറത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പൈതഗോറസ് തിയറം എന്താണെന്ന് പഠിച്ചു. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ചോദ്യങ്ങൾ വെറൈറ്റി ചോദ്യങ്ങളാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും മെയിൻ എക്സാമിന് വരിക. ഓക്കെ, അപ്പൊ റെഡി ആണെങ്കിൽ ആ ഒരു വെറൈറ്റി ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. എന്റെ കുട്ടികളെ ശ്രദ്ധിച്ചിരിക്കണം, ഇതേപോലുള്ള ചോദ്യങ്ങളായിരിക്കും മെയിൻ എക്സാമിന് വരിക. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യമായിട്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ചോദ്യം തന്നെയാണ്. ഒരു ട്രയാങ്കിൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ചുവടെ കൊടുത്തിരിക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം. ഈ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. എന്താ ഇക്വേഷൻ? ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എച്ച് അല്ലെ. അര ഇൻറ്റു പാദം ഇൻറ്റു ഉന്നതി എന്ന് പറയും. ഈ ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോ ഇവിടെ ബി എന്തായിരുന്നടാ? ബേസ് ആയിരുന്നു അല്ലെ. ബേസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ടുള്ള ബേസ്, മൊത്തത്തിലുള്ള ബേസ് ആണ്. കുറച്ച് മാത്രമേ ഉള്ളൂ? അല്ല, ആ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളതാണ്. എച്ച് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ട്രയാങ്കിളിന്റെ ഉയരമാണ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ടോ നോക്കുക. നമ്മൾ ആദ്യം നോക്കിക്കേ, ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല, ഹൈറ്റ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹൈറ്റ് ആദ്യം കണ്ടുപിടിക്കണം, വേണ്ടേ? ഇനി നോക്കിക്കേ, ബേസ് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ ബേസിന്റെ പകുതി എന്നൊന്നും പറഞ്ഞുകൂടാ അല്ലെ. ഒരു ഭാഗം മാത്രമേ തന്നിട്ടുള്ളൂ, 7 സെന്റിമീറ്റർ. ബാക്കി അങ്ങോട്ടേക്ക് ഇതാ ഇവിടേക്കുള്ള ദൂരവും തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ രണ്ട് അളവുകൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പിടിക്കാൻ പറ്റുള്ളൂ? നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ റെഡി ആണെങ്കിൽ ആ ഒരു ട്രയാങ്കിളെ ശ്രദ്ധിച്ച് നോക്കി എന്റെ കുട്ടിക്ക് കാണാം. എന്താ? ഇവിടെ നമ്മൾ ഹൈറ്റ് വരച്ച സമയത്ത്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കുത്തനെ ആയിട്ട് അല്ലെ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ബേസിലേക്ക് വരയ്ക്കുന്ന ലൈൻ ആണ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഹൈറ്റ് ഇതാ ഇവിടെ നമ്മൾ ബേസിൽ കൊണ്ടുപോയി മുട്ടുമ്പോ അവിടെ 90 ഡിഗ്രിയിലെ ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത്? അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ദാ ഒരു ഫസ്റ്റില് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. ഒരു വലിയ ട്രയാങ്കിളെ രണ്ട് കുഞ്ഞു ട്രയാങ്കിൾ ആക്കി നമ്മൾ എന്താക്കി? ഡിവൈഡ് ചെയ്തു അല്ലെ. അപ്പൊ നോക്കിക്കേ, ആ രണ്ട് ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾസ് ആണ്? റൈറ്റ് ട്രയാങ്കിൾസ് ആണ്, മട്ട ത്രികോണങ്ങളാണ്. കാരണം ഇവിടെ 90 ഡിഗ്രി ആണ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഹൈറ്റ് കണ്ടുപിടിക്കാൻ എനിക്ക് ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ? പൈതഗോറസ് തിയറത്തിന് എന്ത് വേണം? ബേസ് വേണം. അതെ, ബേസ് വേണം, ഹൈറ്റ് വേണം, അതേപോലെ തന്നെ എന്ത് വേണം? ഹൈപ്പോട്ടന്യൂസ്, കർണവും വേണം അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ബേസ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എന്ത്? ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. പക്ഷേ ഹൈറ്റ് തന്നിട്ടില്ല. കണ്ടുപിടിച്ചൂടെ? ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആദ്യം ഹൈറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് എന്താക്കാം? നമുക്ക് മെല്ലെ അല്ലെ, ഇവിടെ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? രണ്ടാമത്തെ ഈ ഒരു ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ബേസും കണ്ടുപിടിക്കാം. അപ്പൊ ഓരോ സ്റ്റെപ്പായിട്ടേ മിസ് പോകുന്നുള്ളൂ, എന്റെ കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണോ? നാവൊന്നും വഴങ്ങുന്നില്ലടോ. ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ ട്രയാങ്കിൾ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. സെറ്റ് ആണെങ്കിൽ എന്റെ കുട്ടികൾ നോക്കിക്കേ, നമ്മളെ പൈതഗോറസ് തിയറം ആണ് ഇവിടെ എഴുതിയത് അല്ലെ. എന്താ? ബേസിന്റെ സ്ക്വയറും ഹൈറ്റിന്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്താൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ കിട്ടും. പഠിച്ച ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ മലയാളം മീഡിയക്കാർ എന്താ പറയുക? പാദം സ്ക്വയർ പ്ലസ് അല്ലെ, പാദം സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് അതേപോലെ തന്നെ എന്താ? ഹൈറ്റ്, ഉയരത്തിന്റെ സ്ക്വയർ അല്ലെ. ഉയരത്തിന്റെ സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാല് കർണത്തിന്റെ സ്ക്വയർ കിട്ടും. അപ്പൊ പാദം സ്ക്വയർ പ്ലസ് അതേപോലെ തന്നെ ഉയരം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? കിട്ടിയ കാര്യങ്ങൾ, അവിടെ തന്ന കാര്യങ്ങൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അത് വേഗം നോക്കിക്കേ, ഇവിടെ നമുക്ക് ബേസ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്, 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഞാനത് ഇവിടെ കൊടുത്തു, 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ 7 സ്ക്വയർ പ്ലസ് ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല, അതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഹൈറ്റ് സ്ക്വയറിനെ ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ, കർണത്തിന്റെ സ്ക്വയർ വേണം. തന്നിട്ടില്ലേടാ. എത്രയാ? 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ 25 സ്ക്വയർ എന്ന് എഴുതി. സെറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് വേണം? എനിക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഹൈറ്റിന്റെ സ്ക്വയർ അവിടെ തന്നെ വെച്ചു ഞാൻ. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഈ നമ്പേഴ്സിനെയൊക്കെ ഒരു ഭാഗത്തേക്കും ഹൈറ്റിനെ ഇക്വേഷന്റെ ഒരു മറുഭാഗത്തും വെക്കുന്നു. അത്രേ ഉള്ളൂ. ഞാൻ ഈ ഹൈറ്റിനെ ഇവിടെ തന്നെ വെച്ചു. എന്നിട്ട് ഈ നമ്പറിനെ ഞാൻ ഇതാ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പോവാണ്. എന്നാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് എന്ത്? ഇവിടെ ഉള്ളത് +7 ആണ് അല്ലെ. പ്ലസ് ആണ്. പ്ലസ് നേരെ ഈക്വൽ ടു ഇവിടേക്ക് എത്തുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അപ്പൊ എന്ത് എഴുതാം നമുക്ക്?
അതെ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ എന്ന് എഴുതാം. ഇനി അതിന്റെ വാല്യൂ എന്താക്കുക, നമുക്ക് അതിലേക്ക് എഴുതി കൊടുത്താൽ മതി. 25ന്റെ സ്ക്വയർ നമ്മൾ എപ്പോഴും ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാം എത്രയാണ്, 625 ആണ് അല്ലെ. അപ്പൊ 625 നിന്ന് നമ്മൾ എത്ര കുറച്ചാൽ മതി, 7ന്റെ സ്ക്വയർ ആയിട്ടുള്ള 49 കുറച്ചാൽ മതി അല്ലെ. 49 കുറച്ചാൽ മതി. വേഗം നമുക്ക് മൈനസ് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും, 576 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്റെ കുട്ടിക്ക് എല്ലാ ആൾക്കാർക്കും 576 എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നോക്കിക്കേടാ, ഇത് ഹൈറ്റിന്റെ സ്ക്വയർ ആണ് അല്ലെ. പക്ഷെ നമുക്ക് ഹൈറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി പോരെ. അപ്പൊ ഞാൻ ഈ സ്ക്വയർ എന്ത് ചെയ്യണം, സമത്തിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. സ്ക്വയർ ഈക്വൽ ടു ഇങ്ങോട്ട് പോയാൽ എന്തായിട്ട് മാറും, റൂട്ടായിട്ട് മാറും. പഠിച്ച ഒരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് 576 ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് കിട്ടും. എത്രയാ വരുക, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 24 ആയിരിക്കും അല്ലെ. 24 നമ്മൾ പഠിച്ച കാര്യമാണ്. കാരണം 24 × 24 ആണ് 576. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, ഹൈറ്റ് കിട്ടി, 24 സെന്റിമീറ്റർ എന്ന് കിട്ടി. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി കൊടുക്കാം. ഹൈറ്റ് 24 സെന്റിമീറ്റർ ആണ്. കിട്ടിക്കഴിഞ്ഞു. ഇനി നോക്കിക്കേ എന്റെ കുട്ടികളെ, ഇവിടെ നമുക്ക് ഇതാ ഹൈറ്റ് കിട്ടി. പക്ഷെ ഇതാ ഈ ഒരു ചെറിയ ബേസിന്റെ ഭാഗവും കൂടെ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതാ രണ്ടാമത്തെ ഈ ട്രയാങ്കിൾ ആണ് ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്തേക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കൊടുത്താൽ എനിക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും, ബേസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതാ രണ്ടാമത്തെ കാര്യമാണ്. എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, വേഗം ഒന്ന് നോട്ട് ചെയ്താൽ മതി. സെറ്റ് ആയിട്ട് ഇതാ അവിടെ മിസ് എഴുതുന്നുണ്ട്, കുട്ടികൾ കാണുന്നുണ്ടോ? അപ്പൊ റെഡി ആണെങ്കിൽ ഇതാ നോക്കിക്കേ, നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിൾ, ഇതാണ് രണ്ടാമത്തെ ട്രയാങ്കിൾ. അപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പൈതഗോറസ് ബേസ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഹൈറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. സെറ്റ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് ഓരോന്ന് കൊടുക്കാം. ബേസ് തന്നിട്ടുണ്ടോ, ഇല്ല, നമ്മൾ ബേസ് ആണല്ലോ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്താക്കാണ്, ബേസിന്റെ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. ഹൈറ്റ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അല്ലെ. എത്രയാ കിട്ടിയത്, 24 സെന്റിമീറ്റർ. അപ്പൊ 24 സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്, 26 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, 26ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ രണ്ടും അറിയാം, 24 സ്ക്വയർ ആണല്ലോ ഇപ്പൊ നമ്മൾ 576 എന്നുള്ള രീതിയിൽ നേരത്തെ കണ്ടുപിടിച്ചത്. ഇനി 26ൻ്റെത് കാണാം അല്ലെ. ഇപ്പൊ 24 അറിയാം, 26 എന്ന് പറഞ്ഞാല് അതും പഠിച്ചു വെച്ചൊരു കാര്യമായിരുന്നു. എത്രയാ, 676 ആയിരുന്നു. അപ്പൊ ആ ഒരു വാല്യൂ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാനിതാ ഇവിടെ ബി മാത്രം ഇവിടെ വെച്ചു. ഇനി എന്ത് ചെയ്യാണ്, സംഖ്യകളൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഞാനിതാ പ്ലസ് 24 സ്ക്വയറിനെ എങ്ങോട്ട് കൊണ്ടുപോയി, ഈക്വൽ ടു അപ്പുറത്തേക്ക് 26ന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്താവും, മൈനസ് 24 സ്ക്വയർ ആയിട്ട് മാറും. അപ്പൊ ബേസ് സ്ക്വയർ അവിടെ തന്നെ വെച്ചു. 26 സ്ക്വയറിന്റെ അടുത്തേക്ക് 24 വരുമ്പോ മൈനസ് 24 സ്ക്വയർ എന്നുള്ള രീതിയിലായിട്ട് മാറും. ആവില്ലേ? അതിന്റെ വാല്യൂ അവിടെ കൊടുക്കും. എത്ര വരൂടാ, 26 സ്ക്വയർ എന്ന് പറഞ്ഞാല് 676 ആണ്. 24ന്റെ സ്ക്വയർ 576 ആണ്. വേഗം സ്പീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് മൈനസ് ചെയ്യാനും പറ്റും. കാരണം എന്താ, നോക്കിക്കേ, ഒരേപോലത്തെ ഡിജിറ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാല് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് 100 എന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. കുറച്ച് കഴിഞ്ഞാൽ 100 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നേരത്തെ പോലെ തന്നെ നമുക്ക് ബേസ് മാത്രം മതി, ബി ആണ് കാണേണ്ടത്. അപ്പൊ ഞാൻ ഈ സ്ക്വയർ ഈക്വൽ ടു ഇവിടേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്തായിട്ട് മാറും, റൂട്ടായിട്ട് മാറും. ഓക്കെ, അപ്പൊ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 100. എത്രയാടാ റൂട്ട് 100 എന്ന് പറഞ്ഞാല്, അതും സിമ്പിൾ ആണ്. എത്രയാണ്, 10 സെന്റിമീറ്റർ ആണെന്നും കിട്ടിയില്ലേ. അപ്പൊ ബേസ് ഇവിടെ 10 സെന്റിമീറ്റർ എന്നും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിലേക്കാണ് പോകുന്നത്. ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പം കണ്ടുപിടിച്ചതിൽ വെച്ച് നമ്മൾ ബേസ് കണ്ടുപിടിച്ചു. ഈ ബേസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വലിയ വശം അല്ലെ, ആ ഒരു വലിയ സൈഡാണ് ബേസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയുള്ള 7ഉം ഇപ്പുറത്തെ സൈഡിലുള്ള 10 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ 7ഉം 10ഉം കൂടെ ആഡ് ചെയ്താലേ വലിയ ആ ഒരു ലെങ്തിലുള്ള ബേസ് കിട്ടുള്ളൂ. ഹൈറ്റ് എത്രയാണെടാ, 24. അപ്പൊ ആ 2 വാല്യൂം കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്ത് നോക്കാം, നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ, 10ഉം 7ഉം കൂടെ കൂട്ടിയാല് 17 എന്ന് വരും. ഹൈറ്റ് 24 ആണ് അല്ലെ, 24 സെന്റിമീറ്റർ ആണ്. അപ്പൊ ചെയ്ത് കഴിയാം, നമുക്ക് വേഗം കിട്ടുന്ന കാര്യമാണ്. എന്ത് ചെയ്യാം, നമുക്ക് വെട്ടിപ്പോവാൻ ആരെങ്കിലും ഉണ്ടോ നോക്കാം ആദ്യം അല്ലെ. 24ല് 2 എത്ര തവണ പോകും, 12 തവണ പോകും. 12 തവണ. ഇനി എന്ത് ചെയ്താൽ മതി എന്റെ കുട്ടികള്, 17നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും.
റെഡി? അപ്പൊ 17നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും ഇടാ? 204 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മക്കൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ടീച്ചർ ചെയ്ത പോലെ തന്നെ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതേ വാല്യൂ തന്നെയാണോ കിട്ടുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഏരിയ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? 204 സെന്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് ശ്രദ്ധിക്കണം, സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്താണെന്ന് ചൊറഞ്ഞിട്ടാണെങ്കിലും, അതാ ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ടാവും. എന്നിട്ടായിരിക്കും അവസാനം നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഒരു വലിയ ട്രയാങ്കിളിന്റെ ഏരിയ ഒക്കെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതേപോലുള്ള ചോദ്യങ്ങളാ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് മെയിൻ എക്സാമിലേക്ക്. ഓക്കെ, അപ്പൊ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലോ അതേപോലെ തന്നെ വേറെ എവിടെയെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ തരുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ വന്ന് പറയുക. അതേപോലെ തന്നെ എന്റെ കുട്ടികൾക്ക് 2 ചോദ്യം മിസ് ഇവിടെ തരുന്നുണ്ട്. രണ്ടും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. എന്താ ഇവിടെ തന്നത്? അതെ, ഇവിടെ 12 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ ഹൈറ്റും ബേസും തന്നിട്ടുണ്ട്. ഒന്ന് 12ഉം 9ഉം ആണ്. അപ്പൊ ഒരു രീതിയിൽ എന്റെ കുട്ടികൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഹൈപ്പോട്ടനസ് ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മളെ പൈതഗോറസ് തിയറത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ കർണം കണ്ടുപിടിക്കുക. അപ്പൊ 2 ട്രയാങ്കിളിന്റെയും ഹൈപ്പോട്ടനസിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഓടി വന്നിട്ട് പറയുക. ഇനിയുള്ള എല്ലാ സംശയങ്ങൾക്കും മിസ് ഇവിടെ ഉണ്ടായിരിക്കും, സൈലം ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ. അപ്പൊ റെഡി ആണെങ്കിൽ ഇതേപോലുള്ള വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.